ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അയോധ്യാകാന്ഡം സമാപിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സീതാദേവി ദശരഥ മഹാരാജാവിന് പിണ്ഡം നൽകുന്ന ആ ഭാഗമാണ്. രാമായണം അത് സംഭവിച്ചതാണ്. സീതാദേവിയും ശ്രീരാമനുമൊക്കെ ഈ ഭൂമിയിൽ, നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ കഥ. നിങ്ങൾ ആരെങ്കിലും ആ കഥ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ രാമായണ മാസം തുടങ്ങിയപ്പോൾ മുതലുള്ള രാമായണത്തിലെ കഥകളെല്ലാം തന്നെ രാമായണം 2025 എന്ന ഒരു ഫോൾഡറാക്കി ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾക്കത് കേൾക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സീതാദേവി ദശരഥ മഹാരാജാവിന് പിണ്ഡം നൽകുന്ന കഥ. ആ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഒക്കെ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്. കാരണം ഫാൽഗു നദിയുടെ തീരത്ത് വെച്ചാണ് സീതാദേവി ദശരഥ മഹാരാജാവിന് പിണ്ഡം നൽകിയത്. ആ ഫാൽഗു നദിയെ സീതാദേവി ശപിക്കുന്നു. ഫാൽഗു നദി ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത്. ആ നദി ഇന്നും ഭാരതത്തിലുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഫാൽഗു റിവർ എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ഈ ഫാൽഗു റിവറിനെ പറ്റി കാണാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെ മനുഷ്യരെ കൈകൊണ്ട് കുഴിച്ചിട്ട് ഭൂമിക്കടിയിലൂടെ വെള്ളം പോകുന്ന ആ കാര്യമൊക്കെ കാണാനായിട്ട് സാധിക്കും. ധാരാളം വീഡിയോകളുണ്ട്. അതൊക്കെ തന്നെ ഒരു തെളിവാണ് ജാനകിയും ശ്രീരാമനും ദശരഥനുമൊക്കെ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന്. ഹരേ കൃഷ്ണ. അങ്ങനെ അയോധ്യാകാന്ഡം നമ്മൾ വളരെ ഭക്തിയോടുകൂടി ആ കഥയെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കടക്കുന്നത് ആരണ്യകാന്ഡത്തിലേക്കാണ്. ഇവിടെ ഭരതൻ വന്ന് ശ്രീരാമചന്ദ്രനെ തിരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്ന ആ ഭാഗം നമ്മൾ കണ്ടു. ചിത്രകൂടത്തിലാണ് എത്തിയത്. പക്ഷേ രാമൻ പോയില്ല. ആ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു പോയതിനു ശേഷം രാമനും സീതയും ലക്ഷ്മണനുമൊക്കെ ചിത്രകൂട പർവ്വതത്തിലാണ് താമസിക്കുന്നത്. ഈ ചിത്രകൂട പർവ്വതത്തിൽ ധാരാളം മുനിമാര് താമസിക്കുന്നുണ്ട്. അവരൊരു ദിവസം രാമനോട് പറയുകയാണ്, രാമ, രാവണന്റെ 2 സഹോദരന്മാരിൽ മൂത്തയാളാണ് ഖരൻ, ഇളയാള് ദൂഷണൻ. ഇങ്ങനെ 2 സഹോദരന്മാർ കൂടി രാവണനുണ്ട്. ഈ 2 രാക്ഷസന്മാരും നിരന്തരം ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. യജ്ഞങ്ങളോ യാഗങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമി വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ആരുമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ജാനകിയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വേണ്ടത് ചെയ്യണം. ഞങ്ങൾ ഇവിടം വിട്ടു പോവുകയാണ് എന്ന് ഈ മുനിമാര് രാമനോട് പറയുന്നു. ഈ മുനിമാരുടെ ദുഃഖം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്തയൊക്കെ രാമന്റെ മനസ്സിലേക്ക് വരുന്നു. എന്നിട്ട് രാമൻ വീണ്ടും ആലോചിക്കുകയാണ്, ഞാനിവിടെ താമസിക്കുന്നുണ്ട്, അതായത് ചിത്രകൂട പർവ്വതത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്ന് ഭരതൻ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ഭരതൻ വീണ്ടും തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇവിടം വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത് എന്നൊരു ചിന്തയും രാമന്റെ മനസ്സിലേക്ക് വരികയും അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂട പർവ്വതത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവര് തെക്കോട്ട് സഞ്ചരിച്ചു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു മുനിയുടെ ആശ്രമം കണ്ടു. അത് അത്രി മുനിയുടെ ആശ്രമമായിരുന്നു. ഇവർ 3 പേരും, അതായത് രാമനും ജാനകിയും ലക്ഷ്മണനും 3 പേരും അത്രിമുനിയുടെ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുകയും
മുനിയുടെ ചരണങ്ങളിൽ വന്ദിക്കുകയും ചെയ്തു. രാമനെ കണ്ട് മുനി എഴുന്നേറ്റു. വേണ്ട സ്വീകരണങ്ങളൊക്കെ നൽകി പീഠത്തിൽ ഇരുത്തി. ജാനകിയെ അത്രിമുനിയുടെ ഭാര്യയുടെ അടുക്കലേക്ക് വിടുകയും ഒരു മകളെ പോലെ സീതയെ സംരക്ഷിക്കണമെന്ന് മുനി തൻ്റെ ഭാര്യയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അത്രിമുനിയുടെ ഭാര്യയുടെ പേരെന്താണ്? അനസൂയ. അനസൂയാദേവിയെ ജാനകി വന്ദിച്ചു. അനസൂയാദേവി ജാനകിയെ അനുഗ്രഹിച്ചു. എന്നിട്ട് ജാനകിയെ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് വളരെ വാത്സല്യപൂർവം ജാനകിയോട് പറയുകയാണ്, സീത ഒരു രാജകുലത്തിൽ ജനിച്ചു. അതിനുശേഷം മറ്റൊരു രാജകുലത്തിലേക്ക് എത്തുകയും ചെയ്തു. ഗുണശീലങ്ങൾ കൊണ്ട് 2 കുലത്തിനും സീത ശോഭ നൽകി. പക്ഷേ ദേവി ആ സമ്പത്തെല്ലാം വെടിഞ്ഞിട്ട് ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ വനത്തിലേക്ക് പോരുകയും ചെയ്തു. രാമന് ഇങ്ങനെ ഒരു സ്ത്രീയെ കിട്ടിയത് രാമൻ ചെയ്ത വലിയ തപസ്സിന്റെ ഫലമാണ്. ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി അനസൂയ സീതയെ ചേർത്തിരുത്തിക്കൊണ്ട് സീതയോട് പറയുകയാണ്. അപ്പോൾ സീത അനസൂയയോട് പറയുകയാണ്, അമ്മേ, സമ്പത്തിൽ എനിക്ക് ഒരു മോഹവുമില്ല. എൻ്റെ എല്ലാ സമ്പത്തും എൻ്റെ ഭർത്താവാണ്. ഭർത്താവില്ലാതെ സ്ത്രീകൾക്ക് മറ്റെന്തൊക്കെ സമ്പത്തുണ്ടായത് കൊണ്ട് എന്താണ് പ്രയോജനം? എൻ്റെ പ്രഭു ജിതേന്ദ്രിയനാണ്. സർവഗുണങ്ങളും തികഞ്ഞ ആളാണ് എൻ്റെ ഭർത്താവ്. ഇപ്രകാരം ഒരു ഭർത്താവിനെ സേവിക്കുവാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ധനവും ജനവും സമ്പത്തും ഒന്നും വേണ്ട. എൻ്റെ ഭർത്താവിനെ സേവിക്കുവാനുള്ള ഭാഗ്യം മാത്രം മതി. ഇങ്ങനെ സീതാദേവി അനസൂയയോട് പറഞ്ഞിട്ട്, ദേവി, എൻ്റെ ബുദ്ധി എന്നും രാമനിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം എന്നുകൂടി പറയുന്നു. സീതയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അത്രിപത്നിക്ക് വളരെയധികം സന്തോഷമായി. താൻ എപ്രകാരമാണോ അതുപോലെ തന്നെയാണല്ലോ സീതയും എന്ന് അനസൂയയ്ക്ക് തോന്നുകയും ചെയ്തു. അതേ ആദർശം, അതായത് അനസൂയയുടെ അതേ ആദർശം തന്നെയാണ് സീതയ്ക്കും. അതുകൊണ്ട് തന്നെ അനസൂയയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് സീതയെ ആലിംഗനം ചെയ്യുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷം അനസൂയാദേവി വളരെ സന്തോഷത്തോടു കൂടി സീതാദേവിയോട് ചോദിക്കുകയാണ്, സീതേ, നിന്റെ ജീവിത കഥ എന്നോട് പറയൂ. അപ്പോൾ സീതാദേവി തൻ്റെ ജന്മരഹസ്യം അനസൂയയോട് പറയുകയാണ്. ഹരേ കൃഷ്ണ, ആ കഥ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒരിക്കല് മേനക എന്ന അപ്സരസ് സഞ്ചരിക്കുകയായിരുന്നു ആകാശത്തു കൂടെ. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാറ്റടിക്കുകയും അവരുടെ വസ്ത്രം മാറുകയും ചെയ്തു. ഇത് താഴെ നിന്നുകൊണ്ട് ആര് കാണുന്നു? ജനക മഹാരാജാവ് കാണുന്നു. മഹാരാജാവാണ്. രാജാവിന് പെട്ടെന്ന് തന്നെ തൻ്റെ ശുക്ലം സ്ഖലിച്ചു. ഈ ശുക്ലം താഴേക്കാണ്, ഭൂമിയിലേക്കാണ് വീണത്. അത് ഭൂമിദേവിയിൽ പതിച്ചു എന്നും അങ്ങനെ ഭൂമിയിൽ നിന്ന് ഒരു പെൺകുഞ്ഞ് ജന്മം കൊണ്ടുവെന്നും രാമായണം പറയുന്നു. ഈ കഥ സീതാദേവി പറഞ്ഞു കൊടുക്കുകയാണ് അനസൂയയ്ക്ക്. അങ്ങനെ ഒരു പെൺകുഞ്ഞ് അവിടെ ജനിക്കുന്നു. കലപ്പ കൊണ്ട് ഉഴുതപ്പോൾ ആരുയർന്നു വന്നു? സീതാദേവി ഉയർന്നു വരികയും ചെയ്തു. ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നു. ഈ കുഞ്ഞ് ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആരും കാണുന്നില്ല. പിന്നീട് നിലം ഉഴുതപ്പോഴാണ് ഈ കുഞ്ഞിനെ കിട്ടിയത്. കലപ്പ താഴെ ഇട്ടിട്ട് രാജാവ് ഈ കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തുന്നു. സ്വന്തം മകളായി ഈ കുഞ്ഞിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഒരു അശരീരി അവിടെ കേൾക്കുന്നു.
എന്താണ് ആ അശരീരി? ജനക ഭൂപതി, അങ്ങയുടെ വീര്യം കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അങ്ങനെ ജനിച്ച ഈ കുഞ്ഞ്, ഈ രൂപവതിയായ കന്യക അയോനിജയായ പുത്രിയാണ്. അതായത് ഒരു യോനിയിൽ നിന്നും ഉണ്ടായ കുഞ്ഞല്ല. അങ്ങനെയുള്ള ഈ കുഞ്ഞ് അങ്ങയുടെ പുത്രി തന്നെയാണ് എന്ന് ദേവന്മാർ വിളിച്ചു പറഞ്ഞു. കലപ്പയുടെ ഉഴവുചാലിൽ ജനിച്ച ഇവൾക്ക് സീത എന്ന പേരു കൂടി കൊടുക്കൂ എന്ന് ദേവന്മാർ വിളിച്ചു പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമാവുകയും എന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുകയും സന്തോഷത്തോടു കൂടി എന്നെ വളർത്തുകയും ചെയ്തു. മകൾ ജനിച്ച സന്തോഷത്തിൽ ജനക മഹാരാജാവ് ദരിദ്ര ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്യുകയും ചെയ്തു. എന്നെ പ്രധാന റാണിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ദേവി വിവിധ ശുശ്രൂഷകൾ നൽകി എന്നെ വളർത്തി. അമ്മയുടെ പരിപാലനത്തിൽ ഞാൻ വളർന്നു. അമ്മ സ്വന്തം മകളെ പോലെ എന്നെ സ്നേഹിച്ചു. എൻ്റെ വളർച്ചയിൽ രാജാവ് സന്തോഷിച്ചു. മഹാദേവന്റെ വില്ലിൽ ഞാൻ കെട്ടുന്ന ആൾക്ക് എന്നെ സമർപ്പിക്കണം എന്ന് രാജാവ് തീരുമാനിക്കുകയും ആ പ്രതിജ്ഞ ലോകം മുഴുവൻ പ്രസിദ്ധമാവുകയും 13 ലക്ഷം രാജാക്കന്മാർ എത്തിച്ചേരുകയും അവർക്കാർക്കും ആ വില്ല് കുലയ്ക്കുവാൻ സാധിക്കുകയും ചെയ്തില്ല. അങ്ങനെയാണ് ഒരിക്കൽ രാമൻ അവിടെ എത്തിച്ചേരുന്നത്. രാമൻ നിഷ്പ്രയാസം ആ വില്ല് കുലയ്ക്കുകയും എന്നെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു. ഇതാണ് എൻ്റെ കഥ. ശ്രീരാമന്റെ അനുജൻ ലക്ഷ്മണൻ. ലക്ഷ്മണൻ എൻ്റെ അനുജത്തിയായ ഊർമിളയാണ് വിവാഹം കഴിച്ചത്. കുശധ്വജ ചിറ്റപ്പന്, അതായത് ജനക മഹാരാജാവിന്റെ അനുജനാണ് കുശധ്വജൻ. കുശധ്വജ ചിറ്റപ്പന് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. അവരെ ഭരതനും ശത്രുഘ്നനും വിവാഹം കഴിച്ചു. ഇതാണ് ദേവി എൻ്റെ കഥ. ഇങ്ങനെ സീതാദേവി തൻ്റെ കഥ അനസൂയാദേവിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അനസൂയാദേവിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും സീതയെ വീണ്ടും വീണ്ടും ആശീർവദിക്കുകയും ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ സ്നാനവും തർപ്പണവും കഴിച്ച് 3 പേരും മുനിയുടെ പാദങ്ങളിൽ വന്ദിച്ചു. അവരെ മുനി ആശീർവദിച്ചു. എന്നിട്ട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. പ്രധാനമായും രാക്ഷസന്മാരുടെ ഉപദ്രവം ധാരാളമുള്ള പ്രദേശമാണ് ആ ഭാഗങ്ങളൊക്കെ എന്നുള്ള ഉപദേശമായിരുന്നു കൊടുത്തത്. ജാനകിയെ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് മുനി പറയുകയും ചെയ്തു. അതിനുശേഷം അവർ അവിടെ നിന്നും പുറപ്പെട്ടു. അവരെത്തിച്ചേർന്നത് ദണ്ഡകാരണ്യത്തിലാണ്. അതീവ മനോഹരമായ പ്രദേശമാണ് ദണ്ഡകാരണ്യം. ധാരാളം മയിലുകളും കുയിലുകളും ഒക്കെയുള്ള ധാരാളം പുഷ്പങ്ങളുമൊക്കെയുള്ള അതിമനോഹരമായ സ്ഥലം. പൊയ്കകളുണ്ട്. ആ പൊയ്കകളിൽ മനോഹരമായ താമരപ്പൂക്കളുണ്ട്. ധാരാളം മുനിമാരവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രദേശത്തിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും സീതയും എത്തിച്ചേർന്നു. ഈ മുനിമാർക്കൊക്കെ ശ്രീരാമനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാവുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ആഹാരങ്ങളും ഒക്കെ തന്നെ അവർ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇത്രയും മനോഹരമായ ഒരു സ്ഥലമൊന്ന് ചുറ്റിക്കാണണം എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ അവർ 3 പേരും കൂടി ആ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായിട്ട് പുറപ്പെടുകയും ചെയ്തു. മുമ്പിൽ രാമൻ, നടുക്ക് സീത, ഏറ്റവും പുറകിൽ ലക്ഷ്മണൻ. അങ്ങനെയാണ് അവരുടെ യാത്ര. അങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ഇടയില് ഭീകരരൂപനായ ഒരു രാക്ഷസൻ അവരുടെ മുമ്പിൽ എത്തിച്ചേർന്നു. വലിയ വട്ട കണ്ണുകൾ, കഠിനമായ ഹൃദയമുള്ളവൻ, വനജന്തുക്കളെ കണ്ടാൽ അപ്പം തല്ലിക്കൊല്ലും.
ആരെയും പേടിയില്ല. പർവ്വതത്തിന് തുല്യമായ ശരീരം, അഗ്നി പോലെയുള്ള മുഖം, ശിരസിൽ വലിയ ജട, തോളില് ഇങ്ങനെ മാംസങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അവന്റെ മണമടിച്ചാൽ തന്നെ സകല ജീവികളും പ്രാണനും കൊണ്ട് ഓടും. അവന്റെ ഒച്ചയാണെങ്കിലോ ഇടിവെട്ട് പോലെയാണ്. അത്ര മഹാഭയങ്കരനാണ് ആ രാക്ഷസൻ. ആ രാക്ഷസന്റെ പേരാണ് വിരാധൻ. ഈ ദുഷ്ടൻ സീതയുടെ അടുക്കലേക്ക് പാഞ്ഞ് വന്നു. തുടരെ അലറുകയാണ്. എന്നിട്ട് സീതയെ ഇപ്പം പിടിച്ചു തിന്നും എന്ന നിലയിൽ വായിങ്ങനെ പിളർന്നു. ഈ വിരാധൻ ഇവരെ കണ്ടിട്ട് ചോദിക്കുകയാണ്. ഒന്നാമത് ഈ മുനിമാരുടെ വേഷം ധരിച്ചാണ് ഇവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഇവരെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്ന് തിന്നുകളയും. ഇങ്ങനെ ഈ വിരാധൻ ഇവർ 3 പേരോടുമായി പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ഞാൻ ക്ഷത്രിയ കുമാരനാണ്. ഇത് എൻ്റെ അനുജൻ ലക്ഷ്മണൻ, എൻ്റെ ഭാര്യ ജാനകിയാണിത്. നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വേഷമൊക്കെ ഇങ്ങനെ ധരിച്ച് ഈ വനത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾ ആരാണ്? ഇങ്ങനെ വളരെ ശാന്തമായ ഭാഷയിൽ രാമൻ ഈ വിരാധനോട് ചോദിക്കുന്നു. അപ്പോൾ ഈ രാക്ഷസൻ പറയുകയാണ്, എൻ്റെ പേര് വിരാധൻ എന്നാണ്. കാലൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു അസുരനാണ് എൻ്റെ പിതാവ്. ബ്രഹ്മാവിന്റെ വരത്താൽ ഞാൻ ധാരാളം മുനിമാരെയൊക്കെ കൊന്നിട്ടുണ്ട്. മുറിച്ചാൽ മുറിയാത്ത ശരീരമാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ 3 പേരെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട്, കൊന്നു തിന്നും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ അലറിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ജാനകിയെ ഈ രാക്ഷസൻ പിടിച്ചു തിന്നുമോ എന്നിങ്ങനെ രാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠ, അങ്ങ് വിഷമിക്കണ്ട, രാക്ഷസനെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നേക്കാം. ഇങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമന് സന്തോഷമായി. അങ്ങനെ അവന്റെ നെഞ്ച് ലാക്കാക്കി 7 ബാണം രാമൻ എയ്തു. 7 അമ്പ് കൊണ്ടിട്ടും അവന് ഒരിളക്കവും ഉണ്ടായില്ല. കയ്യിലുണ്ടായിരുന്ന മരം കൊണ്ട് അവൻ അപ്പോൾ ലക്ഷ്മണനെ തല്ലി. രാമൻ ഒരമ്പ് കൂടി എയ്തു. അപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ മരം ആ അമ്പ് കൊണ്ട് ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. അത് കണ്ടപ്പോൾ വിരാധന് അല്പം ഭയം തോന്നി. അവൻ ആകാശത്തിലേക്ക് ഉയർന്നു. അപ്പോൾ രാമൻ ദിവ്യാസ്ത്രം അയച്ചു. അപ്പോൾ ആ വിരാധൻ ആ അമ്പു കൊണ്ടിട്ട് ഭൂമിയിലേക്ക് വീണു. അമ്പുകൊണ്ട് അവന്റെ ശരീരമാകെ മുറിഞ്ഞു, രക്തം ഒഴുകി. ആ സമയത്ത് അവൻ കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമന്റെ അടുത്ത് വന്ന് ശ്രീരാമനെ സ്തുതിച്ചു. എന്താണ് സ്തുതിച്ചത്? അല്ലയോ ശ്രീരാമ, അങ്ങയുടെ ശരമേറ്റ് എനിക്ക് ശാപമോചനം ലഭിച്ചു. ഇങ്ങനെ പറഞ്ഞ് ഇവൻ ശ്രീരാമന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. രാമനെ ഭർത്താവായി കിട്ടിയ സീതാദേവി ധന്യയാണ്. ദേവിയെ സ്പർശിച്ചതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടി. ഇങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ പൂർവകഥ പറയുകയാണ്. കുബേരന്റെ ശാപം നിമിത്തമാണ് എനിക്ക് ഇപ്രകാരമുള്ള ഒരു ദുർഗതി വന്നത്. കുബേരന്റെ ചാരനായിരുന്നു ഞാൻ. ഒരിക്കല് കുബേരൻ സ്ത്രീകളുമായി വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവിടേക്ക് കടന്നു ചെന്നത്. അത് അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യമുണ്ടാക്കി. അദ്ദേഹം എന്നെ ശപിച്ചു. ഞാനൊരു കാട്ടാളനായി പോകട്ടെ എന്നാണ് അദ്ദേഹം ശപിച്ചത്. ശപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നോട് കരുണ തോന്നുകയും അദ്ദേഹം ശാപമോക്ഷം നൽകുകയും ചെയ്തു. ശ്രീരാമന്റെ ശരം കൊണ്ട് ശാപമോചനം ലഭിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ മൃതദേഹം അത് ദഹിപ്പിച്ചാൽ മാത്രമേ എനിക്ക്
ഗതി ലഭിക്കുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് ശാപമോചനം നൽകി എന്ന് പറഞ്ഞിട്ട് ഈ അസുരൻ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അതിനുശേഷം ഈ അസുരൻ മറിഞ്ഞു വീണ് മരിച്ചു. ഈ അസുരന്റെ മൃതശരീരം വിധിപ്രകാരം രാമനും സീതയും ലക്ഷ്മണനും കൂടി ദഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ അസുരന് ശാപമോക്ഷം ലഭിക്കുകയും വീണ്ടും കുബേരന്റെ സന്നിധിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് രാമായണം പറയുന്നത്. അതിനുശേഷം ഇവർ 3 പേരും വീണ്ടും സഞ്ചരിക്കുകയാണ്. അവര് ഗോമതി നദി കടക്കുകയും അവിടെ നിന്നും ശരഭംഗ തപോവനത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ശരഭംഗ മുനിയെ കാണുകയും മുനിയുടെ കൂടെ കുറച്ചു ദിവസം താമസിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം അവിടെ നിന്നും അവര് വീണ്ടും മുമ്പോട്ട് നടന്നു. അങ്ങനെ അവര് എവിടെ എത്തിച്ചേർന്നു? അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിലും അവർ കുറച്ചു കാലം താമസിച്ചു. അവിടെ നടന്ന ചില സംഭാഷണങ്ങളും ചില കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. ചില കഥകളൊക്കെ അഗസ്ത്യമുനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വാതാപിയുടെ കഥയൊക്കെ. ആ കഥയൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. നിങ്ങളിൽ എത്ര പേർ ശ്രീരാമചന്ദ്രന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കമന്റ് ഇടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ശ്രീരാമചന്ദ്രന്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടി കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. അസുരനെ വധിച്ച സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ പേടിച്ചിരുന്ന് ആ യുദ്ധമൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. ശ്രീരാമചന്ദ്രന്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു. അത്രി മഹർഷിയുടെ പത്നി അനസൂയ സീതാദേവിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സീതാദേവി തൻ്റെ ജനന രഹസ്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങളും തൊഴുകൈയോടുകൂടി അവിടെ ഇരുന്ന് ആ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം അസുരനെ വധിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പേടിച്ച് ഒരു മരത്തിന്റെ ആ ചുവട്ടില് മരത്തിന്റെ മറവിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ മരമൊക്കെ പിഴുതുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നാമം ജപിക്കണം. രാമ രാമ എന്ന് നിങ്ങളിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കണം. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും ജാനകിയുടെയും കൂടെ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ സാധിക്കുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങൾ കമന്റ് ഇടണം. സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കമന്റ് ഇടണം. അപ്പോൾ മാത്രമേ എനിക്കൊരു സന്തോഷം തോന്നുകയുള്ളൂ. അതുപോലെ ഫാൽഗു നദിയുടെ കാര്യം അത് നിങ്ങളെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് മനസ്സിലാകും രാമനും സീതയും ലക്ഷ്മണനുമൊക്കെ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഫാൽഗു നദി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.